പിണറായി വിജയൻ്റെ ഭക്ഷണശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും CPI നേതാവുമായ സി ദിവാകരൻ പറഞ്ഞൊരു കാര്യം വലിയ ചർച്ചയായിരിക്കുകയാണ്. സി ദിവാകരൻ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടൊരു കേരള യാത്ര നടത്തുന്നതിനിടയിൽ അദ്ദേഹം കൂട്ടിയിട്ട് ജാഥയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ യാത്രക്കിടയിൽ അന്ന് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് വിളമ്പി വെച്ച മീൻ അത് ഏതാണെന്ന് പിണറായി വിജയൻ ചോദിച്ചപ്പോൾ ഇത് ചൂരയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൊട്ട് നോക്കിയിട്ട് ആ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് സി ദിവാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ സി ദിവാകരൻ മറ്റൊന്നുകൂടി പറയുന്നു, ഈ ആനത്തലവട്ടം ആനന്ദൻ VS വർഷക്കാരനായിരുന്നു എന്ന് കൂടിയിട്ട് ഇതിൽ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു പോകുന്നുണ്ട്. ഇത് വലിയ ചർച്ചയായപ്പോഴത്തേക്ക് ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കുറേയേറെ നേതാക്കന്മാർ അവരൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ അനുഭവങ്ങളാണ് എഴുതിയിടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ദിവസം പിണറായി വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആനത്തലവട്ടം ആനന്ദൻ്റെ ഭാര്യയെ ചൂണ്ടിക്കാട്ടി ചോദിക്കുമ്പോഴത്തേക്ക് അത് അമ്മയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത കഥയടക്കമാണ് ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇത് വിവാദമായതിനെ തുടർന്ന് സി ദിവാകരൻ ഒരു വിശദീകരണമായി വന്നിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, ഞാനൊരു കൗതുക വാർത്ത പറഞ്ഞത് അതാണ്, പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വന്ന വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ചൂരമീൻ കഴിക്കില്ല, A ക്ലാസ് മീൻ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് സി ദിവാകരൻ പറഞ്ഞ ആ വിഷയത്തിലേക്കാണ്. അജിംസ്, സി ദിവാകരൻ പറഞ്ഞത് മുഴുവൻ കേട്ട് കാണുമല്ലോ, ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും ഇപ്പോൾ അതിനുശേഷം വിശദീകരണം വന്നതും. പിണറായി ഈ അടുത്താണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും കടന്നു വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് കൂട്ടുവയ്ക്കുമ്പോൾ പിണറായി വിജയനെക്കുറിച്ച് ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര സരസമായ എന്ന രീതിയിലാണ് സി ദിവാകരൻ സംസാരിച്ചത്. പക്ഷേ അത് നേരെ തിരിച്ചടിയാവുകയല്ലേ ചെയ്തത്. സി ദിവാകരന് 83 വയസ്സ് മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ അതേ പ്രായമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും, അതേ പ്രായമായിരിക്കാനാണ് സാധ്യത. 83 വയസ്സുള്ളൊരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിലെടുത്ത് വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് അദ്ദേഹത്തിന് പ്രായമായി. ഇനി പ്രായമാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനെ കൈവിട്ട വാക്കുകൾ പറയുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ഭക്ഷ്യമന്ത്രിയായിരുന്ന സമയത്ത് അരിക്ക് വില കൂടി, VSൻ്റെ സർക്കാരാണ്. അരിക്ക് വില കൂടി കഴിഞ്ഞപ്പോൾ അത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അരിക്ക് വില കൂടി എന്താ മുട്ടയും പാലും കഴിച്ചുകൂടി എന്ന് ചോദിച്ച മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിണറായി വിജയനെ വേദനിപ്പിക്കുമെന്നോ അത് പിണറായി തന്നെ സീരിയസ് ആയിട്ട് എടുക്കുമെന്നോ ഞാൻ കരുതുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുമ്പ് പട്ടിണി കിടന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം റൊട്ടി കഴിച്ച് ജീവിച്ചതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം മുമ്പ് സംസാരിച്ചായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യം, പിണറായി വിജയൻ്റെ ബാല്യം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുടെയും ബാല്യം ദാരിദ്ര്യത്തിലായിരുന്നു. നമ്മുടെയൊക്കെ ബാല്യം ഭയങ്കര റിച്ചായിരുന്നു അല്ലല്ലോ. അപ്പോൾ ബാല്യത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് ഒരു ശരാശരി മലയാളിയുടെ എല്ലാവരുടെയും ഒട്ടുമിക്ക ആളുകളുടെയും ഇന്ന് സമ്പന്നരായ പലരുടെയും ബാല്യങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് കരുതി പിണറായി വിജയൻ നെയ്മീൻ കഴിക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത് വളരെ മോശമാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അതിന് ആസ്തിയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണ്, മുമ്പ് മന്ത്രിയായിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹികമായും സാമ്പത്തികമായും അദ്ദേഹത്തിൻ്റെ പദവി ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ദിവസവും നെയ്മീൻ കഴിക്കാവുന്നത്ര സാമ്പത്തിക അവസ്ഥയിൽ അദ്ദേഹം കഴിച്ചെന്നാൽ കുഴപ്പം. അപ്പോൾ മുമ്പ് റൊട്ടി കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് നെയ്മീൻ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരുതരം ഒരുതരം മോശം പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്. രണ്ട്, ഈ ചൂരമീൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അതിലൊരു കൾച്ചറൽ പ്രശ്നം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, തിരുവിതാംകൂറിൽ നിന്ന് വരുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് ചൂര ഒരു വിശിഷ്ട മീനാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ, കോഴിക്കോട് വന്നിട്ട് നമ്മൾ ചൂര വാങ്ങിക്കാൻ നോക്കുമ്പോൾ ആൾക്ക് ചൂര ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചൂരയ്ക്ക് ടേസ്റ്റ് കുറവാണ് നെയ്മീനെ അപേക്ഷിച്ച്. മറ്റ് ചൂരയോട് തന്നെ ഒരു വിപ്രതിപത്തി ഈ മലബാറിലുള്ള ആൾക്കുണ്ട്. ചൂര ഒരു വിശിഷ്ട മീനല്ല കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും മലബാറുകാരനായ പിണറായി വിജയന് ചൂര ഇഷ്ടമായിരിക്കില്ല. ഇനി അദ്ദേഹം എഴുന്നേറ്റ് പോയേ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. അത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന് ആ മീൻ ഇഷ്ടമല്ല, അതുകൊണ്ട് കഴിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെ കഴിക്കാതിരുന്നിട്ടില്ല എന്നാണ് ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കതിൽ പ്രോബ്ലമാറ്റിക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, സഖാവ് പിണറായി വിജയന് ചൂരമീൻ ഇഷ്ടപ്പെട്ടില്ല, നാളെ എനിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സത്യനേശൻ സീതാവാരനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അതുള്ളതാണോ ഇല്ലാതെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഭക്ഷണം മോശമായതിൻ്റെ പേരിൽ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എങ്കിൽ അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. പിന്നീട് നെമ്മീൻ വാങ്ങി കറി പിറ്റേന്ന് പാളയ മാർക്കറ്റിൽ പോയി നെമ്മീൻ വാങ്ങി കറി വെച്ച് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര പ്രശ്നക്കാരനാണ് എന്ന് പറയുന്നത്. അതായത് ഭക്ഷണം മോശമായതിൻ്റെ പേരിൽ കീഴ്ഘടകങ്ങളിലെ പാർട്ടി സെക്രട്ടറിമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. എങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്, അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ വിശദീകരണത്തിൽ ആ കാര്യമൊന്നും വിശദീകരിക്കുന്നില്ല. സത്യനേശൻ
ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അത് വ്യക്തതയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല, നമുക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ ഇതിലെനിക്ക് പ്രോബ്ലമാറ്റിക്കായിട്ട് തോന്നിയ ഒരൊറ്റ കാര്യം അത് മാത്രമാണ്. ഈ ഭക്ഷണം മോശമായതിൻ്റെ പേരിൽ കീഴ്ഘടകങ്ങളുള്ള പാർട്ടി സെക്രട്ടറിമാർ പിണറായി ഭയന്നിരുന്നു, അതിൻ്റെ പേരിൽ തനിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതർവൈസ് ഈ മുമ്പ് പട്ടിണി കിടന്നിരുന്നു, ചെറുപ്പത്തിൽ പട്ടിണി കിടന്നിരുന്നു, ഇപ്പോൾ നമ്മൾ പട്ടിണി കിടണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. രണ്ട്, ഈ പറയുന്ന എന്താണ് പറയുക, ചൂരയും നെയ്മീനും തമ്മിലുള്ളൊരു കൾച്ചറൽ ഗ്യാപ്പ് തെക്കൻ കേരളത്തിൽ മലബാറിലും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീരാവുന്നേ. കാരണം ചൂര ട്യൂണയാണ്, വളരെ പോഷക സമൃദ്ധമാണ്, പക്ഷെ ഒട്ടും ടേസ്റ്റില്ലാത്തൊരു മീനാണെന്ന് പറയേണ്ടി വരും. വ്യക്തിപരമായിട്ട് എനിക്കിപ്പോഴും, ഞാൻ തെക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് ചൂര ഇഷ്ടമായിരുന്നു, ഇവിടെ വരുമ്പോൾ ചൂരയോടെ എനിക്കും വിപ്രതിപത്തി ഉണ്ടാകുന്നുള്ളത് വാസ്തവമാണ്. നിഷാദ്, ഈ എപ്പോഴുള്ള ഒരു കൗതുക വാർത്തയാണ് ഇപ്പോൾ സച്ചിന് ഇഷ്ടം മത്തിക്കറിയും അലുവ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കൗതുകമായിരിക്കാം ഈ വാർത്ത ഇത്രത്തോളം ചർച്ചയാക്കിയത്. കാരണം പിണറായി വിജയൻ ചൂര കഴിച്ചില്ല, ചൂര ഇഷ്ടമല്ല, നെമ്മീനായിരുന്നു ഇഷ്ടമോ വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഉയർന്നൊരു വിമർശനം, ഇത്ര താഴേക്കിടയിൽ വന്നൊരു നേതാവ് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ. ഈ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്? അല്ല, ഒന്നാമത്തെ കാര്യം സി ദിവാകരൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. സി ദിവാകരൻ പറയാണ്, ഇപ്പോൾ സമീപകാലത്ത് സി ദിവാകരൻ പറയുന്നതെല്ലാം ഒന്നിൽ പാർട്ടിക്ക് മുന്നണിക്കോ ഒക്കെ കുഴപ്പമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നമുക്കറിയാം. ഇപ്പം നേരത്തെ മുട്ടയും പാലിൻ്റെ ഉദാഹരണം പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റ് പറയാൻ പറ്റുന്ന വാക്കാണത്. അരിക്ക് വില കൂടുതലാണെന്ന് പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറയാണ് മുട്ടയും പാലും കഴിക്കട്ടെ എന്ന്. പഴയ യൂറോപ്യൻ രാജ്ഞി പറഞ്ഞിട്ടില്ല, അങ്ങനെയെങ്കിലും അവർക്ക് കേക്ക് കഴിച്ചുകൂടെ എന്ന്, പട്ടിണി കിടക്കുന്ന ആൾക്കാരെക്കുറിച്ച് എന്ന് പറഞ്ഞവരാണോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയേണ്ടത്? കമ്മ്യൂണിസ്റ്റ് വാല്യൂസ് ഒന്നും പറയാൻ സി ദിവാകരൻ അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്ത് അടുത്ത് വെച്ച് നോക്കിയാൽ എന്തർഹെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അത് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എന്ത് വികസനം നടന്നു, കേരളത്തിലൊരു വികസനവും ഇല്ല, കേരളത്തിൽ ഒരു ഫാക്ടറി പോലും ഇല്ല എന്ന് പറഞ്ഞു. കേരളം അപ്പോൾ കേരളം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ലെഫ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം മാറേണ്ടതുണ്ടെന്ന്. അപ്പോൾ ലെഫ്റ്റ് മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയാണ് ഇദ്ദേഹം. അദ്ദേഹം പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യാൻ വന്നിരിക്കുന്നതാണോ? എനിക്ക് ഒന്നും കാര്യമല്ല. അപ്പോൾ ഈ ചൂരമീനും നെയ്മീനും, അതിൽ നെയ്മീൻ ഇഷ്ടപ്പെടാനുള്ള പിണറായി വിജയൻ്റെ സ്വാതന്ത്ര്യം ആർക്കും, പൈസ കയ്യിലുള്ളവർക്കോ ധനികനോ ധനികനില്ലാത്ത ആർക്കും നെയ്മീൻ ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിൻ്റെ കുറച്ച് പൈസ പറയാം, നീ നെയ്മീൻ ഇഷ്ടപ്പെടണ്ട എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരു പൈസ പോക്കറ്റിലെങ്കിൽ എനിക്ക് നെയ്മീനും മതി എന്ന് ഒരാൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അതൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇദ്ദേഹം പറയുന്നത് എന്താണ്, ആനത്തലവട്ടം എവിടെയാണെന്ന് ഉച്ചയ്ക്ക് ഫുഡ് എന്ന് ചോദിച്ചു യാത്ര നടക്കുമ്പോൾ. ആനത്തലവട്ടത്തിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആനത്തലവട്ടത്തിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ VS പക്ഷക്കാരനായതുകൊണ്ട് ആനത്തലവട്ടത്തിൻ്റെ അദ്ദേഹത്തിന് വിപ്രതിപത്തി ഉണ്ടായി, ദേഷ്യം മുഖത്ത് കണ്ടു എന്നാണ്. ഏത് CPI നേതാവായിട്ടുള്ള സി ദിവാകരനോട് ആനത്തലവട്ടം, എൻ്റെ പാർട്ടിക്കകത്തെ കോമ്രേഡ് ആനത്തലവട്ടത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്, അവിടെ എന്തിനാണ് ഉച്ചയൂണ് വെച്ചതെന്നുള്ള അതിർത്തി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഇദ്ദേഹം രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അത്ര ചീപ്പാണോ? എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അതായത് ഉച്ചയൂണ് VS പക്ഷക്കാരൻ്റെ വീട്ടിൽ വെച്ചതിൽ അതിർത്തി ഉണ്ടാക്കും വിധത്തിൽ കുഴപ്പക്കാരനായിരുന്നു അദ്ദേഹം. വിഭാഗീയതയുടെ ഒരു കാലത്ത് ഇപ്പുറത്ത് നിന്ന ആളാണ് എന്നതുകൊണ്ട് അദ്ദേഹം എല്ലാ പോയിന്റിലും വിഭാഗീയതയുടെ താല്പര്യം വെച്ച് പുലർത്തിയിരുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എത്രയോ പാർട്ടി സമ്മേളനങ്ങളുടെ കഥകൾ നമുക്കറിയാം, അവിടെയെല്ലാം അദ്ദേഹം ഇങ്ങനെ കടുത്ത വ്യക്തിവിരോധം കൊണ്ടുവരുന്ന ആളാണോ? എനിക്കറിയില്ല. രണ്ട്, അവിടെ പോയി ചോറിൻ്റെ മുമ്പിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ കൊണ്ട് ഞെക്കി നോക്കി ഏതാ മീൻ ചോദിച്ചപ്പോൾ പുള്ളി ചോദിച്ചിട്ട് പറഞ്ഞു ചൂരയാണെന്ന്. അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് പോയത്രേ കഴിക്കാതെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഇൻസൾട്ട് എന്നാണ്, അങ്ങനെ ഒരു ഇൻസൾട്ട് നടത്തുന്ന ഒരാളാണോ പിണറായി വിജയൻ? എനിക്കറിയില്ല. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ആ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് പിണറായി വിജയൻ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഡൈജസ്റ്റ് ആവുന്ന കാര്യമല്ല. അപ്പം അദ്ദേഹത്തിന് കറി ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോയപ്പോൾ സത്യനേശം വന്ന് നടപടി ഉണ്ടാവുമെന്ന് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ എവിടെയോ പോയി വീട്ടിൽ പോയി കറിയും തോരനും എല്ലാം ആക്കി കൊണ്ടുവന്ന് കൊടുത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പിണറായി വിജയന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ചിലപ്പോൾ സത്യനേശൻ രണ്ടാമത് ആഗ്രഹം തോന്നി രണ്ടാമതുണ്ടാക്കി കൊടുത്തു കാണുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ കഥയ്ക്കകത്ത് ടോട്ടലി എടുത്ത് നോക്കുമ്പോൾ ചില പൊരുത്തക്കേടുകൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. പിണറായി വിജയൻ ശരിയാണ്, ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് പലതരത്തിലുള്ള വിമർശനമൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു മനുഷ്യൻ നിലയ്ക്ക് അദ്ദേഹം പൂർണ്ണമായും ഇത്തരൊരു കംപ്ലീറ്റ് ഫാസിസ്റ്റിനെ പോലെ പെരുമാറുന്ന ഒരാൾ. എൻ്റെ ജില്ലാ സെക്രട്ടറി എനിക്ക് മീൻകറി വെച്ചുകൊണ്ട് തരേണ്ട ആളാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് അദ്ദേഹം? അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹം ഓരോ സ്ഥലത്തും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഓരോ സ്ഥലത്തും അദ്ദേഹം പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ പങ്കെടുത്തിറങ്ങുമ്പോൾ ആ സ്ഥലത്തെ ജില്ലാ സെക്രട്ടറി, ഇപ്പം ഞാൻ വയനാട്ടിൽ പോവാണ്, വയനാട്ടിൽ ഞാനൊരു സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിൽ ചടങ്ങ് നടക്കുന്നു. അപ്പോൾ അവിടെ പിണറായി വിജയൻ വന്ന് അദ്ദേഹം ഇപ്പോൾ ചടങ്ങ് പൂർത്തിയാക്കുന്നു, തിരിച്ചിറങ്ങി പോകുന്നു, അദ്ദേഹം കാറിൽ കയറുന്നു. അദ്ദേഹത്തിൻ്റെ കാറിൽ കൂടെ കയറുന്നതോ വയനാട് ജില്ലാ സെക്രട്ടറിയാണ്. വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തിന് കൂടെ കയറുന്നു, അവരൊരുമിച്ചാണ് പോകുന്നത്. അവിടെ വരുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ അങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുക. അദ്ദേഹം അവിടെ വേറെ പ്രധാനപ്പെട്ട നേതാക്കളും മുൻ MLA മാരും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി PB അംഗം വിചാരിക്കുന്നു. കുറേ ദൂരം പോകുന്നു, പിന്നെ റഫീഖ് ഇറങ്ങുന്നു, വേറെ വണ്ടിയിൽ പോകുന്നു. അപ്പോൾ ജില്ലാ സെക്രട്ടറി ആരാണെന്നും അയാളെ എങ്ങനെ വാല്യൂ ചെയ്യണം എന്നും
അറിയാത്ത ആളല്ല പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ട് ആ പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി എനിക്ക് നെയ്മിങ് കൊണ്ട് തരട്ടെ എന്ന് വിചാരിക്കുകയും ഇല്ലെങ്കിൽ അയാളുടെ പണി പോകുന്ന തരത്തിൽ ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും വിശ്വാസം തോന്നുന്നില്ല. എന്ന് മാത്രമല്ല സി ദിവാകരൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം CPI തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ നിലയ്ക്കാണ് അദ്ദേഹം വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത്. ഇതിന് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റിനെയും കാനരാജനും തള്ളിക്കളയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും പാർട്ടി നിലപാടിൻ്റെ ഭാഗമല്ല, അദ്ദേഹം വേറെ എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് പറയുകയാണെന്ന് പറഞ്ഞ് പല വിവാദങ്ങളിലും നിലപാടുകൾ തള്ളിക്കളന്ന് കണ്ടിട്ടുണ്ട്. അതിന് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയുണ്ട്. ബെന്നറ്റ് എബ്രഹാമിൻ്റെ സ്ഥാനാർത്ഥി നമുക്ക് ഓർമ്മയുള്ളവരാണ്. അദ്ദേഹത്തെ പാർട്ടി നടപടി എടുത്ത് തരം താഴ്ത്തി കളഞ്ഞ ആളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വാല്യൂസ് എന്ന് പറയുന്ന സംഗതിയിൽ മേലാണ് ഡിസ്കഷനെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് വാല്യൂസ് പിണറായി വിജയനെ പഠിപ്പിക്കാൻ മാത്രം സി ദിവാകരൻ കമ്മ്യൂണിസ്റ്റ് പെർഫെക്ഷനുള്ള ആളാണെന്ന് ചോദിച്ചാൽ അതില്ല എന്നാണ് കേരളം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് നെയ്മീൻ കഴിക്കരുത് സംഭവം ചോദിച്ചാൽ ഈ വളരെ രസകരമായിട്ടൊക്കെ പുള്ളി പറഞ്ഞ പോലെ കാണുമ്പോൾ തോന്നുക. പക്ഷേ ഇത് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ അല്ലേ തന്നെ പിണറായി വിജയൻ ചെത്തുകാരൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപത്തിനൊരു കുറവില്ലാത്ത നാടാണ് ഈ കേരളം. അപ്പോൾ ഏറ്റവും അധസ്ഥിതനും താഴേക്കിടയിൽ കിടക്കുന്നവനുമായിട്ടുള്ള പിണറായി വിജയന് കേരളം ഭരിക്കാൻ അർഹത എന്നാണ് കുറേ പേരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെയ്മീൻ കഴിക്കാൻ അർഹതയുണ്ടോ? ഇയാളുടെ അഹങ്കാരം കണ്ടു നോക്കിയെന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ അത് ആൾക്കാരെ സ്വാധീനിക്കും, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ കാലത്ത്. അപ്പോൾ അത് സി ദിവാകരൻ ആ നിലയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു പണിയാണ്, ഒരു ഉപകാരമല്ല, ഒരു സതുദ്ദേശം അതിനകത്തില്ല. ഒരു നല്ല പണി അദ്ദേഹം വെച്ച് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ ലോജിക്കൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അതെ, നമുക്കറിയാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പെരുമാറുമെന്നൊട്ടും കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ സി ദിവാകരൻ പറഞ്ഞതിലാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്.